ഹായ് കൂട്ടുകാരേ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ഓരോരോ കാരണങ്ങളായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല, വീഡിയോ ഇടാനും സമയം കിട്ടുന്നില്ല. വീഡിയോ ഒക്കെ എടുത്ത് തന്നെ ഒരു ഇച്ചിരിയൊക്കെ ആയിരിക്കും എടുത്ത് വെക്കുന്നത്. അന്നേരം നമ്മൾ അതായിട്ട് ഇടാനും പറ്റില്ലല്ലോ, നമുക്ക് സമയം കിട്ടുന്നില്ല. ഞാനും എൻ്റെ മരുമോളും മഴയോടെ കറങ്ങാൻ പോവുക അല്ലേ? വഴി കൂടെ പോകുന്നവരെല്ലാം നോക്കും, അമ്മായിമ്മയ്ക്കും മരുമോക്കും വട്ടായോ, തൊണ്ട അടച്ചിരിക്കുമോ കൂട്ടുകാരെ. 5-6 ദിവസം കൊണ്ട് ഞങ്ങളിങ്ങനെ രാത്രിയും പകലും ഓരോരോ കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ തൊണ്ട അടച്ചു. ഞങ്ങൾക്കിനി കൊടുമണ്ണ് പോകണം. കൊടുമണ്ണ് പോകണം. അത് കഴിഞ്ഞ് കോഴഞ്ചേരി പോകണം. കോഴഞ്ചേരി പോകുമ്പോഴത്തേന് എൻ്റെ നാത്തൂനും വരും. അങ്ങനെ ഞങ്ങൾ 3 പേരുടെ കോഴഞ്ചേരി പോവും. പിന്നെ വീട്ടിൽ വരുന്നത് അപ്പോഴൊന്നും അറിയത്തില്ല. നാളത്തെ കൊണ്ട് ഞങ്ങളുടെ കറക്കം നിൽക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങളിങ്ങനെ ഓടിയും ചാടിയും നടക്കുന്ന ഓരോ കാര്യത്തിന്. കഴിഞ്ഞ ചൊവ്വാഴ്ച തുടങ്ങിയ ഓട്ടമാണ് എൻ്റെ കൂട്ടുകാരെ. പിന്നെ പറയുന്നതാണ്, എന്നും മുടങ്ങാതൊക്കെ വീഡിയോ ഇടണമെന്ന് ആഗ്രഹമാണ്. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനും സമയം കിട്ടുന്നില്ല. പേരയ്ക്ക ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു വീടിൻ്റെ മതിലിൻ്റെ അവിടെ ഇങ്ങോട്ട് ഞാൻ പേരയ്ക്ക കിടന്നതാണ്. ഞങ്ങളത് പറിച്ചു, റോഡിലിട്ട് മുറിച്ചു, കല്ല് വെച്ചിടിച്ച് അവൾക്ക് കൊടുത്തു. അവൾ ഇച്ചിരി തിന്നുള്ളൂ. അവൾ പറയുന്ന കേട്ടോ നാണം കിട്ടിയെന്ന. അവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, കല്ല് കഴുകിയിട്ട് പൊട്ടിച്ച്. അവൾക്ക് വേണ്ട, അവൾ ഇച്ചിരി നിന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ പേരയ്ക്ക. മേടിക്കുന്ന പേരയ്ക്ക ഇഷ്ടമല്ല, അങ്ങനെ പേരയ്ക്ക. ബസ് നോക്കി നിൽക്കുകയാണ് കൂട്ടുകാരെ. ഇടത്തിട്ട ജംഗ്ഷനിൽ നമ്മൾ വണ്ടി എടുക്കാതെ ഞങ്ങൾ നടന്നാണ് വന്നത്. അപ്പോൾ ഇടത്തിട്ടേന്ന് ബസ് കയറി കൊടുമണ്ണോട്ട് ഇറങ്ങാമെന്ന് വെച്ച് ഇവിടെ നിൽക്കുകയാണ് കൂട്ടുകാരെ. അപ്പം ഞാനിപ്പോൾ ഈ സൗണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള സൗണ്ടുകൾ കൊടുക്കുന്നത് എന്നോട് വണ്ടിയിൽ ഇരുന്നുകൊണ്ടാണ്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് വീഡിയോ ഇടാൻ പറ്റാതായിപ്പോവും. ഇപ്പം നമ്മൾ കൊടുമണ്ണ് ജംഗ്ഷനിൽ വന്നു. ഇത് ചന്തയാണ് ഈ കാണുന്നത്, ആർച്ചൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ജംഗ്ഷനിൽ വന്ന് നമുക്ക് ചിട്ടി പൈസ അടയ്ക്കണമായിരുന്നു KSFയിൽ. അവിടുന്ന് നമ്മൾ ചിട്ടി പൈസയും ഒക്കെ അടച്ച് നേരെ നമ്മൾ പത്തനംതിട്ട സ്റ്റാൻഡിലോട്ട് പോയി. അപ്പോൾ ഇത് രാവിലെ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നമ്മൾ വൈകിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് നെല്ലിക്കാല വരെ പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എപ്പോഴാണ് വരുന്നതെന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഏട്ടനോട് വണ്ടിയിൽ ഇരുന്നപ്പോൾ തന്നെ വീഡിയോ ഇടുന്നത്. ഇത് നമ്മുടെ പത്തനംതിട്ട സ്റ്റാൻഡാണ്. അപ്പോൾ സ്റ്റാൻഡിൽ വന്നിട്ടാണ് ഞാനും മരുമോളും കൂടെ അവിടെ നിന്ന് കോഴഞ്ചേരിക്ക് പോയത്. അപ്പോൾ നാത്തൂന് കോഴഞ്ചേരിയിലോട്ട് വന്നു. അങ്ങനെ നമ്മൾ കോഴഞ്ചേരി സ്റ്റാൻഡിൽ വന്നു. അപ്പോൾ നാത്തൂനൊക്കെ വന്നില്ല. നാത്തൂൻ പുറകെ അടുത്ത ബസ്സിന് വരുന്നുണ്ടായിരുന്നു. ഞങ്ങളവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ നമുക്ക് അവിടെ അടുത്തൊരു ഫാൻസി കടയിൽ കയറണമായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് ജ്വല്ലറീസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല വിലക്കുറവുണ്ടെന്ന് എൻ്റെ നാത്തൂൻ ഇതുപോലെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. കുറേയേറെ നമുക്ക് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫാൻസി കട, അവിടെ ഉർവശി ഫാൻസി കടയാണ്. നല്ല ക്വാളിറ്റിയുള്ള നല്ല നല്ല സാധനങ്ങളും മാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് കൂട്ടുകാരെ. അങ്ങനെ നമ്മൾ കുറച്ച് ജ്വല്ലറീസ് എടുക്കാനായിട്ട് കടയിൽ കയറി. അപ്പോൾ കടയിലെ കളക്ഷൻസൊക്കെ കണ്ട കൂട്ടുകാർ. എനിക്ക് നല്ലപോലെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ അറിയില്ലെന്ന് എൻ്റെ കൂട്ടുകാർക്ക് അറിയാമല്ലോ. പിന്നെ പേടിച്ചിട്ട് അവർ വല്ലതും വഴക്ക് പറയുമോ ഒന്നും പറയുന്നത്. പിന്നെ എൻ്റെ കൂട്ടുകാരെ കുറച്ചെങ്കിലും കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുത്തത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് 4:30 കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ പിന്നെ വീണ്ടും 5:30 ആയപ്പോഴത്തേക്കും നമുക്ക് ഇതുകൊണ്ട് പിന്നെ പോകണമായിരുന്നു. ഓ പിന്നെ ബസ്സിന്റെ അളവുകൾ എടുത്തിട്ട് വേണം പോവാൻ. ഇത് നിങ്ങളുടെ അമ്മയുടെ ബാഗുന്നുണ്ട്.
ഞങ്ങളിനി അടുത്ത് തന്നെ ഇറങ്ങി കൂട്ടുകാരെ. എപ്പോൾ വരുമെന്നൊന്നും അറിയത്തില്ല. അത് വൈകുന്നേരം 5:30 ആകാറായി. അപ്പോൾ നമ്മൾ പോയിട്ട് വരട്ടെ. നമ്മൾ നെല്ലിക്കാലയ്ക്ക് പോവാണ്. ഇവിടുന്ന് ഞാനും ചേട്ടനും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നാത്തൂനും വരും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ നെല്ലിക്കാലയ്ക്ക് പോകും.